വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പത്തൊൻപതാം നൂറ്റാണ്ടിൽ മലയാളക്കരയിൽ ജനിച്ച് ആ മണ്ണിൽ ജീവിച്ച് മരണമടഞ്ഞ ഒരു പുണ്യാത്മാവിൻ്റെ ജീവിതത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. വലിയൊരു ദാർശനികനും സാമൂഹ്യ പരിഷ്കർത്താവും സമുദായ നേതാവും സഭാസ്നേഹിയും അതിനേക്കാളുപരി വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്ത ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ കേരള ക്രൈസ്തവരുടെ അഭിമാനമാണ്. ആ പുണ്യാത്മാവിൻ്റെ ജീവിതത്തിലൂടെ നാം ഇന്ന് ധ്യാനപൂർവം കടന്നു പോവുകയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കൈനകരി ഇടവകപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് 3 ഫർലോങ് വടക്കുമാറി മനോഹരമായൊരു തുരുത്തിൽ പുഞ്ചപ്പാടങ്ങളുടെ നടുവിൽ 2 ഭവനങ്ങളുണ്ട്. കിഴക്കേ ചാവറയും പടിഞ്ഞാറേ ചാവറയും. പുരാതന ശില്പമാതൃകയനുസരിച്ച് പണിതിട്ടുള്ള ഈ വീടുകളിൽ പടിഞ്ഞാറേ ചാവറയിലാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസച്ചൻ ജന്മം കൊണ്ടത്. മാർത്തോമാ ശ്ലീഹ സ്നാനപ്പെടുത്തിയ കൊടുങ്ങല്ലൂരിലെ പാലയൂർ പകലോമറ്റം കുടുംബത്തിൻ്റെ ശാഖയിൽപ്പെട്ടതാണ് ചാവറ കുടുംബം. പാലയൂരിൽ നിന്ന് കുറവിലങ്ങാട്ട് വന്ന് താമസിച്ച ഈ കുടുംബത്തിലെ ഒരംഗം കൈനകരി മുക്കാട്ട് വന്ന് താമസിച്ചു. ആ കുടുംബത്തിൽ നിന്നാണ് മീനപ്പള്ളി, കാളാശ്ശേരി എന്നീ 2 ശാഖകൾ ഉണ്ടായത്. മീനപ്പള്ളിയിൽ നിന്നാണ് ചാവറ കുടുംബം മാറി താമസിച്ചിട്ടുള്ളത്. അവിടെ കുര്യാക്കോസ് മറിയം ദമ്പതിമാരിൽ നിന്ന് 1805 ഫെബ്രുവരി മാസം 10-ാം തീയതി കുര്യാക്കോസ് എന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ ഭൂജാതനായി. 1805 ഫെബ്രുവരി 17-ന് ചേന്നങ്കരി പള്ളിയിൽ വെച്ച് കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകി. അപ്പൻ്റെ പേര് തന്നെയാണ് മകനും ലഭിച്ചത്, കുര്യാക്കോസ്. ഭക്തി നിറഞ്ഞ ദൈവ കേന്ദ്രീകൃതമായ ഒരു കുടുംബമായിരുന്നു ചാവറ കുടുംബം. രാത്രിയുടെ യാമങ്ങളിൽ പോലും ഉറക്കമിളച്ച് കുര്യാക്കോസിൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ മടിയിലിരുന്ന് കൊച്ചു കുര്യാക്കോസും ദൈവനാമം ഉരുവിട്ടു. സ്വന്തം മാതാവിനെക്കുറിച്ച് ഇപ്രകാരമാണ് കുര്യാക്കോസ് അച്ചൻ തൻ്റെ കൃതിയായ ആത്മാനുതാപത്തിൽ അനുസ്മരിക്കുന്നത്. സ്നേഹനിധിയായ സർവേശ്വര, ഒരു പൈതലായിരിക്കെ എനിക്ക് ഭക്ഷണം തന്നു, പരിപാലിക്കുവാൻ സ്നേഹമുള്ള ഒരു അമ്മയെ നൽകി. അദ്ദേഹം തുടരുന്നു, അവൾക്ക് നീ കൊടുത്ത അനവധിയായ സ്നേഹം അവൾ എനിക്ക് പകർന്നു നൽകി. മുലപ്പാലിൻ്റെ സ്വാദനോടൊപ്പം പ്രാർത്ഥനയുടെ മാധുര്യവും എനിക്ക് അമ്മയിൽ നിന്ന് ലഭിച്ചു. അതെ, ഒരു വ്യക്തിയുടെ രൂപപ്പെടലിൽ സ്വന്തം മാതാവിനുള്ള പങ്ക് വളരെ അധികമാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കേരളത്തിൽ സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല. അക്ഷരാഭ്യാസത്തിനുള്ള ആശാൻ കളരികളെ ഉണ്ടായിരുന്നുള്ളൂ. നിലത്തെഴുത്ത് എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. തറയിൽ പൂഴിമണൽ വിരിച്ച് കൈവിരൽ കൊണ്ട് അക്ഷരങ്ങൾ എഴുതുവാൻ ആശാന്മാർ പരിശീലിപ്പിച്ചിരുന്നു. അങ്ങനെ 5 വയസ്സ് മുതൽ 5 വർഷക്കാലം കൊച്ചു കുര്യാക്കോസ് ഒരാശാൻ്റെ കീഴിൽ വിദ്യാഭ്യാസം നടത്തി. നിശ്ചിത പാഠ്യപദ്ധതികളില്ലായിരുന്നു. എങ്കിലും മലയാളം, കണക്ക്, തമിഴ് എന്നിവ ആശാൻ കൊച്ചു കുര്യാക്കോസിനെ പഠിപ്പിച്ചു. പഠിക്കാൻ മിടുക്കനായിരുന്ന കുര്യാക്കോസ് ഏതു കാര്യത്തിലും ഒന്നാമനായിരുന്നു. ചേന്നങ്കരി പള്ളിയിൽ അനുദിനമുള്ള കുർബാനയിൽ ശുശ്രൂഷയായി സംബന്ധിച്ചിരുന്ന കുര്യാക്കോസ് അൾത്താര ബാലന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായിരുന്നു. കുർബാന അർപ്പണം അക്കാലത്ത് സുറിയാനി ഭാഷയിലായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ കൊച്ചു കുര്യാക്കോസ് സുറിയാനി ഭാഷയിൽ കുർബാനയുടെ ഭാഗങ്ങൾ മനഃപ്പാടമാക്കി.
ആയിടയ്ക്കാണ് പള്ളിപ്പുറം സെമിനാരിയിലെ അധ്യാപകൻ പാലയ്ക്കൽ തോമാ മൽപ്പാനച്ചൻ ചാവറ കുടുംബം സന്ദർശിച്ചത്. ഉത്സാഹഭരിതനായ കൊച്ചു കുര്യാക്കോസിനെ പള്ളിപ്പുറം സെമിനാരിയിൽ ചേർക്കുവാൻ പാലയ്ക്കൽ തോമാ മൽപ്പാനച്ചൻ ആഗ്രഹിച്ചു. എന്നാൽ ഈ ചെറുപ്രായത്തിൽ കൊച്ചു കുര്യാക്കോസിനെ വിട്ടുപിരിയുവാൻ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല. അതിനാൽ കൊച്ചു കുര്യാക്കോസിനെ ചേന്നങ്കരി പള്ളിമേടയിൽ വികാരിയച്ഛനോടൊപ്പം താമസിച്ച് പഠിക്കുവാൻ തീരുമാനമായി. ഒരു വർഷക്കാലം കുര്യാക്കോസ് പള്ളിമേടയിൽ താമസിച്ച് ബൈബിൾ, ദൈവശാസ്ത്രം എന്നിവയും സുറിയാനി ഭാഷയുടെ ആദ്യ പാഠങ്ങളും പഠിച്ചെടുത്തു. ചേന്നങ്കരി വികാരിയുടെ അടുത്ത് ഒരു വർഷത്തെ പരിശീലനത്തിനു ശേഷം മാതാപിതാക്കളോട് യാത്ര പറഞ്ഞ് കൊച്ചു കുര്യാക്കോസ് പള്ളിപ്പുറം സെമിനാരിയിൽ ചേർന്നു. പള്ളിപ്പുറം സെമിനാരിയിലെ കുര്യാക്കോസ് ചമ്മാശൻ്റെ ജീവിതം ആധ്യാത്മിക ജലമൊഴുകുന്ന നദി പോലെ ഒഴുകി നീങ്ങി. ഒരു വൈദികനാവുക എന്നതാണ് പരമമായ ലക്ഷ്യം എന്ന് ഉറച്ച് പഠനത്തിലും പുണ്യജീവിതത്തിലും അനുദിനം അദ്ദേഹം മുന്നേറി. അന്യരെ സഹായിക്കുവാൻ സദാ സന്നദ്ധനായിരുന്ന ചമ്മാശൻ സഹപാഠികൾക്ക് പ്രിയങ്കരനും ഗുരുവായിരുന്ന പാലയ്ക്കൽ മൽപ്പാനച്ചന് കണ്ണിലുണ്ണിയും ആയിത്തീർന്നു. സ്വച്ഛന്തമായ സെമിനാരി ജീവിതത്തിൽ അഗ്നിപരീക്ഷയുടെ കാറും കോളും വളരെ പെട്ടെന്നാണ് ഉണ്ടായത്. കുട്ടനാട്ടിൽ പടർന്നു പിടിച്ച കോളറ രോഗം മൂലം ശമ്മാശൻ്റെ മാതാപിതാക്കളും ഏക സഹോദരനും മരണമടഞ്ഞു. സാംക്രമിക രോഗമായിരുന്നതിനാൽ പള്ളിപ്പുറത്ത് വന്ന് കുര്യാക്കോസ് ചമ്മാശനോട് ഈ വിവരം അറിയിക്കുവാൻ വീട്ടുകാർക്ക് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞേ സാധിച്ചുള്ളൂ. അതിദാരുണമായ ഈ ദുഃഖവാർത്ത കേട്ടിട്ട് കുര്യാക്കോസിൻ്റെ മനസ്സ് വേദന കൊണ്ട് പിടഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചുറ്റും കൂരിരുൾ വ്യാപിച്ചതുപോലെ തോന്നി. അധികാരികളുടെ സമ്മതത്തോടെ തൻ്റെ നാട്ടിലേക്ക് തിരിച്ച കുര്യാക്കോസ് ചമ്മാശൻ മാതാപിതാക്കളുടെയും സഹോദരൻ്റെയും കുഴിമാടങ്ങൾ സന്ദർശിച്ച് അവർക്കു വേണ്ടി മനമുരുകി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. വീണ്ടും സെമിനാരിയിലേക്ക് വിടുവാൻ വീട്ടുകാർക്ക് സമ്മതമായിരുന്നില്ല. എന്നാൽ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് സെമിനാരിയിലേക്ക് പോകുവാൻ കുര്യാക്കോസ് ദൃഢ തീരുമാനമെടുത്തു. തൻ്റെ സ്വത്തുക്കളെല്ലാം സഹോദരിക്ക് എഴുതി വച്ചിട്ട് കുര്യാക്കോസ് പഠനം പൂർത്തിയാക്കുവാൻ സെമിനാരിയിലേക്ക് തിരിച്ചു. സെമിനാരിയിലെത്തിയ കുര്യാക്കോസ് തൻ്റെ വൈദിക പഠനം പൂർവാധികം ശക്തിയോടെ തുടർന്നു. പഠനം വിജയപ്രദമായി പൂർത്തിയാക്കിയ കുര്യാക്കോസ് ചമ്മാശൻ പ്രസിദ്ധമായ ചേർത്തല അർത്തുങ്കൽ വിശുദ്ധ അന്ത്രയോസിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ വെച്ച് 1829 നവംബർ മാസം തിരുപ്പട്ടം സ്വീകരിച്ചു. ആ മാസം തന്നെ സ്വന്തം ഇടവകയായ ചേന്നൻകരി പള്ളിയിൽ ആഘോഷപൂർവകമായ പുത്തൻ കുർബാന ചൊല്ലി. തിരുപ്പട്ട സ്വീകരണ ശേഷം പാലയ്ക്കൽ തോമാ മൽപ്പാനച്ചൻ്റെ സഹായിയായി പള്ളിപ്പുറത്തെ സെമിനാരി ജോലികൾ നിർവഹിച്ചു. ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള തീക്ഷ്ണത ഈ കൊച്ചച്ഛനിൽ സദാ ഉജ്ജ്വലിച്ചിരുന്നു. സെമിനാരി റെക്ടറുടെ സഹായി എന്ന നിലയിൽ പള്ളിപ്പുറത്ത് താമസിച്ചുകൊണ്ട് സമീപമുള്ള ഇടവുകളിൽ പോയി ധ്യാനപ്രസംഗം നടത്തുവാൻ ചാവറയച്ചന് കഴിഞ്ഞു. പാലയ്ക്കൽ മൽപ്പാനച്ചൻ്റെ ആത്മസുഹൃത്തും വരാപ്പുഴ മെത്രാൻ്റെ സെക്രട്ടറിയുമായിരുന്നു പോരുക്കര മൽപ്പാൻ. ഈ മലയാളക്കരയിൽ ഒരു തപോഭവനം, അതായത് സന്യാസഭവനം ഇല്ല. അതുകൊണ്ട് വൈദികർക്കെങ്കിലും ഒരു ദർശന വീടുണ്ടായിരുന്നാൽ എത്രയോ നന്നായിരുന്നുവെന്ന് ഈ സുഹൃത്തുക്കൾ ആഗ്രഹിച്ചിരുന്നു. ആ ഇടയ്ക്കാണ് പോരുക്കര അച്ഛൻ്റെ സമവയസ്കനും സ്വന്തം നാട്ടുകാരനും ആയിരുന്ന കണിയാന്ത്ര യാക്കോബിനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നത്. വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച് കണിയാന്ത്ര യാക്കോബ് ആത്മീയ ജീവിതത്തിനു വേണ്ടിയുള്ള തൻ്റെ ആഗ്രഹം പോരുക്കര അച്ഛനെ അറിയിച്ചു. സന്യാസ ജീവിതം ആഗ്രഹിച്ചിരുന്ന പാലയ്ക്കൽ തോമാച്ചനെയും ശിഷ്യനായ ചാവറ കുര്യാക്കോസച്ചനെയും പോരുക്കര അച്ഛൻ ആളയച്ചു വരുത്തി. ഒരു തപോഭവനം മലയാളക്കരയിൽ ഉണ്ടാകണമെന്ന് പാലയ്ക്കൽ അച്ഛൻ്റെയും ദീർഘകാല ആഗ്രഹമായിരുന്നു. അവർ ഒരുമിച്ച്
അർത്തുങ്കൽ പള്ളിയിൽ താമസിച്ചിരുന്ന തബലീനി മെത്രാനെ ചെന്നുകണ്ട് തങ്ങളുടെ ആഗ്രഹം അറിയിച്ചു. തങ്ങൾക്ക് വനവാസത്തിന് താല്പര്യമുണ്ടെന്നും സെക്രട്ടറി സ്ഥാനം ഒഴിവാക്കി അതിനായി പോകുവാൻ പോരുക്കര അച്ഛനെയും കൂടി അനുവദിക്കണമെന്നും മെത്രാനോട് അവർ അപേക്ഷിച്ചു. അങ്ങനെ മെത്രാനച്ഛൻ്റെ അംഗീകാരത്തോടും ആശീർവാദത്തോടും കൂടെ സന്യാസ ഭവനത്തിനുള്ള സ്ഥലം അവർ അന്വേഷിച്ചു തുടങ്ങി. ഒത്തിരി അന്വേഷണങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ മാന്നാനത്ത് അവർ സ്ഥലം കണ്ടെത്തി. ഈ സ്ഥലത്തിന് ബേസ് റൗമ എന്ന അച്ഛന്മാർ സുറിയാനി ഭാഷയിൽ പേരിട്ടു. മലമുകളിലെ വീട് എന്നാണ് അർത്ഥം. 1831 ഏപ്രിൽ മാസം 28-ാം തീയതി നൂറുകണക്കിന് ജനങ്ങളുമായി സന്ധ്യയ്ക്ക് ബേസ് റൗമായുടെ മുകളിലേക്ക് കയറി. മലമുകളിൽ രാത്രി തന്നെ കുരിശു നാട്ടി പ്രാർത്ഥനകളും സകല വിശുദ്ധരുടെ ലുത്തീനയും അതിൻ്റെ കീഴിലിരുന്ന് ചൊല്ലി. 1831 മെയ് മാസം 11-ാം തീയതി ആശ്രമത്തിൻ്റെ ശിലാസ്ഥാപനം പോരുക്കര അച്ഛൻ തബലീനി മെത്രാനച്ഛൻ്റെയും പാലക്കലച്ഛൻ്റെയും സാന്നിധ്യത്തിൽ നടത്തി. അങ്ങനെ ഭാരതത്തിൽ ആദ്യത്തെ തദ്ദേശീയ സന്യാസ സഭയുടെ സ്ഥാപനം നടന്നു. മാന്നാനത്ത് നിന്ന് ഒരു പ്രസിദ്ധീകരണം തുടങ്ങണമെന്ന് ചാവറയച്ചൻ ആഗ്രഹിച്ചിരുന്നു. ചില പ്രസിദ്ധീകരണങ്ങൾ അന്നുണ്ടായിരുന്നെങ്കിലും കത്തോലിക്ക മതത്തെ എതിർത്തും പരിഹസിച്ചും കൊണ്ടുള്ള ലേഖനങ്ങൾ പലപ്പോഴും അവയിൽ വന്നിരുന്നു. അവയ്ക്ക് മറുപടി പറയുവാനും കത്തോലിക്ക മതസംബന്ധമായ കാര്യങ്ങൾ പ്രചാരണം ചെയ്യുവാനുമാണ് ചാവറയച്ചൻ ആഗ്രഹിച്ചത്. പക്ഷേ സാഹചര്യങ്ങളുടെ പ്രതികൂല സ്വഭാവം മൂലം അന്ന് സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ 100-ൽ പരം വർഷങ്ങളായി സുറിയാനി കത്തോലിക്കരുടെ വികാസ പരിണാമ പ്രക്രിയയിൽ ഭാഗഭാക്കായ ദീപിക ദിനപത്രത്തിൻ്റെ അച്ചടി ചാവറയച്ചൻ 1.5 നൂറ്റാണ്ട് മുമ്പ് സ്വകരം കൊണ്ട് നിർമ്മിച്ച മാന്നാനം മരപ്രസിലാണ് നാന്ദി കുറിച്ചത് എന്നത് അഭിമാനിക്കാവുന്ന കാര്യമാണ്. മെത്രാനച്ഛൻ്റെ അനുവാദത്തോടെ 1855 ഡിസംബർ മാസം 8-ാം തീയതി അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ മാന്നാനത്തെ ആശ്രമവാസികളുടെ നേതാവായ ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെയും കൂടെ വസിച്ചിരുന്ന 10 വൈദികരുടെയും ഔദ്യോഗികമായ വ്രതാനുഷ്ഠാനം ആഘോഷമായി നടത്തി. ഭാരത ക്രൈസ്തവ സഭാചരിത്രത്തിലെ അപൂർവമായ ഒരു സംഭവമായിരുന്നു അത്. ആദ്യം ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ വ്രതസമർപ്പണം, അതിനുശേഷം ആഘോഷമായ പാട്ടുകുർബാന, തുടർന്ന് സഹസന്യാസാർത്ഥികളായ 10 പുരോഹിതന്മാരുടെ വ്രതാനുഷ്ഠാനം എന്നിങ്ങനെയാണ് ചടങ്ങ് ക്രമീകരിച്ചത്. ചാവറയച്ചനെ ആ സന്യാസ സമൂഹത്തിൻ്റെ പ്രയോറായി സഭാംഗങ്ങൾ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കരം ചുംബിച്ചു. കർമ്മലിത്ത നിഷ്പാദക 3-ാം സഭ എന്നതിൻ്റെ ആദ്യാക്ഷരങ്ങളായ കനി മൂസ എന്ന ചുരുക്കപ്പേരോടുകൂടിയാണ് ഈ സഭയിലെ അംഗങ്ങൾ അറിയപ്പെട്ടത്. പിന്നീട് 1958 ആ പേരുപേക്ഷിച്ച് കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന പുതിയ സഭാനാമം സ്വീകരിച്ചു. അതിൻ്റെ ചുരുക്കപ്പേരാണ് CMI എന്നുള്ളത്. ഒരു കടുകുമണി പോലെ മാന്നാനത്ത് ആരംഭിച്ച സന്യാസ സമൂഹം ശാഖോപശാഖകളായി ഇന്ന് വളർന്ന് പന്തലിച്ച് നിറയെ ഫലം ചൂടി നിൽക്കുന്നു. സുറിയാനി സഭയുടെ വികാരി ജനറലായി 1861 ജൂൺ 8-ന് വിപുലമായ അധികാരത്തോടുകൂടി ചാവറയച്ചനെ ബെർണാർഡിനോസ് മെത്രാപ്പൊലിത്ത നിയമിച്ചു. സുറിയാനി സഭയിലെ പ്രക്ഷുബ്ധമായ ആ കാലഘട്ടങ്ങളിൽ സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഐതിഹാസികമായ പ്രവർത്തനങ്ങളാണ് ചാവറയച്ചൻ നടത്തിയത്. വിദ്യാഭ്യാസമാണ് പുരോഗതിയുടെ അടിസ്ഥാന ഘടകമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1846 മാന്നാനം ആശ്രമത്തോട് ചേർന്ന് ഒരു സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു. ആശ്രമവാസികളായ വൈദികരും ശമാശന്മാരും ഓരോ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരും അവിടെ സംസ്കൃത പഠനം നടത്തിയിരുന്നു. വികാരി ജനറലായിരിക്കെ 1865 എല്ലാ പള്ളികൾക്കും അയച്ച സർക്കുലറിൽ ചാവറയച്ചൻ ഇപ്രകാരം വ്യക്തമാക്കി: എല്ലാ ഇടവക പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ തുടങ്ങണം.
വികാരി ജനറലിൻ്റെ കൽപ്പന അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ഇടവക വികാരിമാർ എടുത്തു. ഓരോ പള്ളികളോടും അനുബന്ധമായി സ്കൂളുകൾ ഉയർന്നു വന്നു. താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവർക്ക് വിദ്യാലയങ്ങളിൽ അന്ന് പ്രവേശനം ലഭ്യമായിരുന്നില്ല. എന്നാൽ തൻ്റെ സമുദായത്തിലെ സ്കൂളുകളിൽ അയിത്തവും വർഗവിവേചനവും പാടില്ല എന്ന് ചാവറയച്ചൻ നിശ്ചയിച്ചു. ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രവേശനം കൊടുത്തു എന്ന് മാത്രമല്ല, വിവിധ സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരെ സമുദായത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ അക്ഷീണ യത്നം ചെയ്യുകയും ചെയ്തു. പുസ്തകം, വസ്ത്രം എന്നിവ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകി. സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്തു തുടങ്ങിയപ്പോൾ ധാരാളം ദരിദ്ര കുട്ടികളും ദളിത് കുട്ടികളും സ്കൂളിൽ വന്നു തുടങ്ങി. പിടിയരി പിരിവും ധർമ്മവും മൂലമാണ് ഇതിനായുള്ള ധനം ചാവറയച്ചൻ കണ്ടെത്തിയത്. ഓരോ ക്രൈസ്തവ ഭവനങ്ങളിലും ഓരോ പാത്രം ഏൽപ്പിച്ചിരുന്നു. ഊണിന് അരി അളന്ന് പാകം ചെയ്യാനിടുന്ന വേളയിൽ ഓരോ പിടി അരി പിരിവിനായുള്ള പാത്രത്തിൽ ഒരു പ്രാർത്ഥനയോടെ നിക്ഷേപിച്ചിരുന്നു. മാസാന്ത്യത്തിൽ പിടിയരി ശേഖരിച്ച് ഇടവകയിലെ ജീവകാരുണ്യ പ്രവർത്തകർ മാന്നാനത്ത് എത്തിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ചാവറയച്ചൻ ഇപ്രകാരം കുറിച്ചുവെച്ചു: തിരിച്ചറിവുണ്ടായാൽ ഉടൻ പൈതങ്ങളെ പള്ളിക്കൂടത്തിൽ അയക്കണം. അവർ പഠിക്കുന്നുണ്ടോ എന്ന് അറിയുകയും അവർ എങ്ങനെ നടക്കുന്നുവെന്ന് അന്വേഷിക്കുകയും വേണം. ഇന്ത്യയിൽ അഗതി മന്ദിരങ്ങളെക്കുറിച്ച് കേട്ട് കേൾവി പോലുമില്ലാത്ത കാലത്ത് ചാവറയച്ചൻ അത്തരത്തിൽ ഒരു സ്ഥാപനം തുടങ്ങി. ഇന്ത്യയിൽ ആദ്യത്തെ അനാഥ മന്ദിരമാണ് കൈനകരിയിലെ ഉപവിശാല. അധികാര വികേന്ദ്രീകരണം എന്നുള്ള ആശയം 1.5 നൂറ്റാണ്ട് മുൻപ് മുതൽ തന്നെ ചാവറയച്ചൻ നടപ്പിൽ വരുത്തി. ആഗമാന സുറിയാനി കത്തോലിക്ക സഭയെ 4 റീജിയനുകളായി അദ്ദേഹം വിഭജിച്ചു. ഓരോന്നിനും ഓരോ ഡെപ്യൂട്ടി ഓഫ് വികാരി ജനറലിനെ അദ്ദേഹം നിയമിച്ചു. ചാവറയച്ചൻ വികാരി ജനറൽ ആയിരിക്കെ നടപ്പിലാക്കിയ കാര്യമാണ് ഇടവക വൈദികരുടെ വാർഷിക ധ്യാനം. ഇന്ന് എല്ലാ വൈദികർക്കുമുള്ള പൊതു നിയമമാണ് വാർഷിക ധ്യാനം കഴിക്കുക എന്നത്. 1.5 നൂറ്റാണ്ട് മുൻപ് തുടങ്ങിവെച്ച ഈ നിയമം വിശുദ്ധിയുടെ വീതിയിൽ വൈദികർക്ക് ഇന്നും ഒരു കെടാവിളക്കാണ്. ഇടവക ജനങ്ങളുടെ ആധ്യാത്മിക രംഗത്ത് ചലനങ്ങൾ വരുത്തിയ മറ്റൊരു പരിഷ്കാരമാണ് ഇടവക വാർഷിക ധ്യാനം. എല്ലാ ഇടവകളിലും 3 അല്ലെങ്കിൽ 5 ദിവസത്തെ ധ്യാനം ജനങ്ങൾക്ക് വേണ്ടി നടത്തണം എന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വലിയ മാറ്റങ്ങൾ ആത്മീയ രംഗത്ത് വരുത്തി. സുറിയാനി കത്തോലിക്ക ദേവാലയങ്ങളിലെ ബലിയർപ്പണം ഓരോ സ്ഥലത്തും ഓരോ വിധമായിരുന്നു. എല്ലാം ഏകീകരിച്ച് എല്ലാവർക്കും സമ്മതമായ ഒരു ക്രമപുസ്തകം തുക്കാസ ചാവറയച്ചൻ തയ്യാറാക്കി. ഞായറാഴ്ച പ്രസംഗം സുവിശേഷ വായന കഴിഞ്ഞോ കുർബാന കഴിഞ്ഞോ നടത്തണമെന്ന് നിയമം മൂലം അനുശാസിച്ചത് ചാവറയച്ചനാണ്. 1866 മുതൽ 2ാം വത്തിക്കാൻ സൂനകദോസ് പുനരുദ്ധാരണ നിർദ്ദേശം നൽകുന്നതുവരെ ചാവറപ്പിതാവ് തയ്യാറാക്കിയ തുക്കാസയായിരുന്നു ആരാധനക്രമത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. മലയാള സാഹിത്യരംഗത്ത് വ്യക്തിമുദ്ര പതിച്ച കവിയും സാഹിത്യകാരനുമായിരുന്നു ചാവറയച്ചൻ. ആത്മാനുതാപമാണ് ചാവറയച്ചൻ എഴുതിയ കാവ്യകൃതികളിൽ പ്രധാനമായത്. മറ്റു കാവ്യകൃതികൾ മരണവീട്ടിൽ പാടുന്നതിനുള്ള പാനയും അനസ്താസിയായുടെ രക്തസാക്ഷിത്വവുമാണ്. ഒരു മനഃശാസ്ത്രത്തിൻ്റെ ഉൾക്കാഴ്ചയോടെ മക്കളെ വളർത്തേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞു തരുന്ന വളരെ മനോഹരമായ മറ്റൊരു കൃതിയാണ് ചാവരുൾ അഥവാ മരണലിഖിതം. മലയാളക്കരയിൽ സ്ത്രീകൾക്കായുള്ള ഒരു സന്യാസ സഭയുണ്ടാകണമെന്നുള്ളതും ചാവറയച്ചൻ്റെയും ആത്മമിത്രമായിരുന്ന ലിയോപോൾഡ് അച്ഛൻ്റെയും വളരെ കാലമായ ആഗ്രഹമായിരുന്നു. കേരളത്തിലെ വളരെ പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഇത് ഉതകുമെന്ന് അവർ കണ്ടു. അങ്ങനെ 1866 ഫെബ്രുവരി 13 ഭാരതത്തിലെ പ്രഥമ ഏകദേശീയ സന്യാസിനി സഭ കർമ്മലിത്ത നിഷ്പാദക 3ാം സഭ എന്ന പേരിൽ 4 സന്യാസിനികളും ഒരു സഹായിയുമായി സ്ഥാപിതമായി. 1868 ജൂലൈ 16 ആദ്യ സന്യാസിനികളുടെ വ്രതവാഗ്ദാനം നടത്തപ്പെട്ടു.
പിന്നീട് സുറിയാനി സഭയിൽപ്പെട്ട സന്യാസിനികൾ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സന്യാസ സമൂഹമായി തീർന്നു. അതിൻ്റെ ചുരുക്കപ്പേരാണ് CMC എന്നത്. ഇന്ന് ഈ സന്യാസിനികൾ ലോകമെമ്പാടും കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്തു വരുന്നു. സംഭവബഹുലമായ ആ ജീവിതത്തിന് തിരശ്ശീല വീഴുകയായിരുന്നു. 1871 ജാനുവരി 2 രാവിലെ പതിവുകാരനായ കുമ്പസാരക്കാരനോട് ചാവറയച്ചൻ കുമ്പസാരം നടത്തി. ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. മരണത്തിൻ്റെ തൊട്ടുമുമ്പുള്ള നിമിഷങ്ങളിൽ വലിയ പ്രിയോരച്ചൻ തനിക്ക് പിരിഞ്ഞു പോകുവാനുള്ള സമയമായി എന്ന് തിരിച്ചറിഞ്ഞു. തനിക്ക് അന്ത്യകുദാശ തരണമെന്ന് ആവശ്യപ്പെട്ടു. കൂനമ്മാവ് വികാരി ഔസേപ്പച്ചൻ അന്ത്യകുദാശ നൽകി. 1871 ജനുവരി 3 രാവിലെ 7:30 മണിയോടുകൂടി തൻ്റെ 65-ാം വയസ്സിൽ ആ പുണ്യാത്മാവ് തൻ്റെ നാഥനും ഗുരുവുമായ ഈശോയുടെ അടുത്തേക്ക് യാത്രയായി. ജനുവരി 4 ഉച്ചയ്ക്ക് മുമ്പ് മൃതസംസ്കാരം നടത്തണമെന്ന് തീരുമാനിച്ചു. കൂനമ്മാവിൽ മാത്രമല്ല, മറ്റുള്ള ഇടവക പള്ളികളിൽ നിന്ന് കൂട്ടമണിനാദം ഉയർന്നു. നാനാദേശങ്ങളിൽ നിന്നും ജനങ്ങൾ കൂട്ടം കൂട്ടമായി കൂനമ്മാവ് കുവേന്തയിലേക്ക് ഒഴുകി. എല്ലാവർക്കും ആ ദിവ്യപുരുഷനെ അന്തിമമായി ഒരു നോക്ക് കാണുവാൻ ഉത്കടമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനാൽ മൃതദേഹം ഒരുക്കി പേടകത്തിൽ വെച്ചു. കുർബാനക്കുപ്പായം ശരീരത്തെ അണിയിച്ചു. ജനങ്ങളുടെ നിലക്കാത്ത പ്രവാഹം കൊണ്ട് പള്ളിയും പരിസരവും നിറഞ്ഞു. സുദീർഘമായ പ്രസംഗവും നഗരി കാണിക്കൽ കർമ്മങ്ങളും കഴിഞ്ഞ് ഉച്ചയോടുകൂടി മലയാളത്തിലെ സുറിയാനി കർമ്മലിത്ത സന്യാസ സഭയുടെ അടിസ്ഥാനക്കാരനും പ്രഥമ പ്രിയോർ ജനറാളുമായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനെ കൂനമ്മാവിലുള്ള വിശുദ്ധ ഫിലോമിനായുടെ ദേവാലയത്തിൽ വലിയ മദ്ബഹായ്ക്ക് താഴെ പള്ളിയുടെ മധ്യത്തിൽ അടക്കം ചെയ്തു. പിന്നീട് 1889 ഒക്ടോബർ 24 വെള്ളിയാഴ്ച അനേകം സന്യാസികളുടെയും കുവേന്തകളുടെ ശ്രേഷ്ഠന്മാരുടെയും ഇടവക വികാരിമാരുടെയും വലിയ ജനാവലിയുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം മാന്നാനത്ത് പുനഃസ്ഥാപിച്ചു. അനേകം രോഗസൗഖ്യങ്ങൾ ചാവറയച്ചൻ്റെ മധ്യസ്ഥം വഴി വിശ്വാസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ അൽഫോൻസാമയ്ക്ക് ചാവറയച്ചൻ്റെ ദർശനം പല പ്രാവശ്യം ലഭിച്ചതായി അൽഫോൻസാമ തന്നെ സാക്ഷ്യം നൽകുന്നുണ്ട്. ചാവറ പിതാവിൻ്റെ ചരമാനന്തരം 50-ാം വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ നാമകരണത്തിനുള്ള നടപടികൾ ഔദ്യോഗികമായി ആരംഭിച്ചു. 1986 ഫെബ്രുവരി 8 ഭാരത സന്ദർശനം നടത്തിയ പരിശുദ്ധ പിതാവ് ജോൺ പോൾ II മാർപ്പാപ്പ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ചാവറയച്ചനെയും സിസ്റ്റർ അൽഫോൻസാമയെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 റോമിൽ വെച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ചാവറയച്ചനെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. കേരളത്തിലെ ക്രൈസ്തവ സഭാചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ദൗത്യ ചരിത്രമാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റേത്. 19-ാം നൂറ്റാണ്ടിൽ ഈ കേരള മണ്ണിൽ ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞെങ്കിലും ഈ 21-ാം നൂറ്റാണ്ടിലും അദ്ദേഹം നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു, ആദരിക്കപ്പെടുന്നു. നിരന്തരം കർമ്മങ്ങളിൽ മുഴുകിയിരുന്നെങ്കിലും ഈശ്വര സായുജ്യം നേടിയ ഒരു ദാർശനികനും പുണ്യാത്മാവുമായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. വിദ്യാഭ്യാസം, ആതുരസേവനം, സന്യാസം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സമ്പർക്ക മാധ്യമങ്ങൾ തുടങ്ങി നാനാ തുറകളിലും ചാവറയച്ചൻ കൊളുത്തിവെച്ച കൈത്തിരി മഹാദീപങ്ങളായി പടർന്ന് വളർന്ന് പഞ്ചഭൂഖണ്ഡങ്ങളിലും ഇന്ന് വെളിച്ചം പ്രസരിപ്പിക്കുന്നു. അനേകം വിശ്വാസികൾ ഇന്നും അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന മാന്നാനം കുവേന്തയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ജനുവരി 3 അദ്ദേഹത്തിൻ്റെ തിരുനാൾ.
സാധിക്കുന്നവർ മാന്നാനത്ത് പോയി വിശുദ്ധ ചാവറയച്ചൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ ചാവറയച്ചൻ്റെ മധ്യസ്ഥതയിൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നന്ദി.